ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. HSAയുടെ മൊഡ്യൂൾ 3 മെത്തഡോളജി പാർട്ടാണ് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കരിക്കുലം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ പ്രിൻസിപ്പിൾസും മോഡേൺ ട്രെൻഡ്സും ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുഞ്ഞു കാര്യമേ ഉള്ളൂ, കേട്ടിരുന്നാൽ മതി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ടോപ്പിക്ക് വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. കരിക്കുലം നോക്കൂ. കരിക്കുലം ഒറിജിനേറ്റ്സ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കുറേറെ. അപ്പോൾ ലാറ്റിൻ വേർഡായ കുറേറെ നിന്നാണ് കേട്ടോ കരിക്കുലം എന്ന് പറയുന്ന വേർഡ് വന്നേക്കുന്നത്. വിച്ച് മീൻസ് ടു റൺ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. സോ ഒറിജിനേറ്റഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കുറേറെ വിച്ച് മീൻസ് ടു റൺ എന്നാണ്. ഇറ്റ് ഈസ് ദെർഫോർ ഡിഫൈൻഡ് ആസ് ദ കോഴ്സ് ടു ബി റൺ ഫോർ റീച്ചിങ് എ സെർട്ടൻ ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് റൺ ചെയ്യാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ദ ടേം കരിക്കുലം refers to a group of subjects or courses of study arranged in a particular sequence for instructional purposes in schools. അതർവൈസ് നമുക്ക് വേറൊരു രീതിക്ക് പറയുകയാണെങ്കിൽ കരിക്കുലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് അല്ലെങ്കിൽ കോഴ്സ് കോഴ്സ് ഓഫ് സ്റ്റഡി അറേഞ്ച് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസിൽ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഫോർ എന്തിനാണ് ഇൻസ്ട്രക്ഷണൽ പേർപ്പസസ് ഇൻ സ്കൂളുണ്ടാവുന്ന ഇൻസ്ട്രക്ഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് എന്ന രീതിക്കും പറയാം. അപ്പോൾ കൂടുതലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. കുറേറെ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ് വിച്ച് മീൻസ് ടു റൺ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താലും മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം അല്ലാതെ നിങ്ങൾ ഈസി ആയിട്ട് അറിഞ്ഞ് പഠിച്ച് വെക്കേണ്ട ഒരു സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ കരിക്കുലമായി ബന്ധപ്പെട്ട് കണ്ണിങ്ഹാമിൻ്റെ ഒരു ഡെഫിനേഷനാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ണിങ്ഹാം ദ കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്, ദാറ്റ് മീൻസ് ദ ടീച്ചർ, ടു മോൾഡ് ഹിസ് മെറ്റീരിയൽ ദ പ്യൂപ്പിൾ അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ ഒബ്ജക്റ്റീവ് ഇൻ ഹിസ് സ്റ്റുഡിയോ. അതായത് കണ്ണിങ്ഹാം ഡിഫൈൻ ചെയ്യുന്ന ഒരു കരിക്കുലം എന്ന് പറയുന്ന ഒരു ടൂളാണ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കയ്യിലുള്ള ടൂൾ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ കയ്യിലുള്ള ഒരു ടൂളാണ്. എന്തിനാണ് ആർട്ടിസ്റ്റ് എങ്ങനെയാണോ തൻ്റെ മെറ്റീരിയൽ, തൻ്റെ ചിത്രങ്ങളെ മോൾഡഡ് എടുക്കുന്നത് എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണാവോ ഒരു ആർട്ടിസ്റ്റ് തൻ്റെ ചിത്രങ്ങളെ മോൾഡ് ചെയ്യുന്നത്, അതുപോലെയാണ് സ്കൂളിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സിന് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ ഒരു ടീച്ചർ മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഒരു കൂടി പറയാം കേട്ടോ. ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് to mold his material the pupil according to his ideal objectives in his studio the school. അവിടെ സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിച്ചത് ദ സ്കൂൾ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് തൻ്റെ സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ തൻ്റെ സങ്കല്പത്തിന് അനുസരിച്ചിട്ട് ഒരു ചിത്രത്തെ മോൾഡ് എടുക്കുന്നത്, അതുപോലെയാണ് എന്താണ് സ്കൂൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോ ഉദ്ദേശിച്ച് സ്കൂളാണ്. സ്കൂളിൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നു, മോൾഡേഡ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു ടൂളാണ്, ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ പോലെ കരിക്കുലം. ഓക്കെ ആണല്ലോ. ഇൻ ദിസ് വ്യൂ ദ ടീച്ചർ യൂസസ് ദ കരിക്കുലം ആസ് എ മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ടീച്ചർ എന്താണ് യൂസസ് ദ കരിക്കുലം ആസ് എ മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ്. കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ പോലെയാണ് അല്ലേ. ഗൈഡഡ് ബൈ ദ എഡ്യൂക്കേഷണൽ ഗോൾസ്. എന്തിൻ്റെ ബേസിലാണ്? അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഗോൾസിനെ ഗൈഡ് ചെയ്തിട്ട് എവിടെ വെച്ചിട്ടാണ്? ഇൻ ദ സ്കൂൾ എൻവിയോൺമെൻറ്റിൽ, സ്കൂളിൽ വെച്ചിട്ട് കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് മോൾഡ് ചെയ്ത് എടുക്കുന്നത്, ഏതാണ് അതിന് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് കരിക്കുലം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ആരുടേതാണ്? കണ്ണിങ്ഹാമിൻ്റെ ആണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇതിൽ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അവിടെ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് ദ പ്യൂപ്പിൾ ആണ്. ദെൻ ഐഡിയൽ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് ആണ്. ദ സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിച്ച സ്കൂൾ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് മേ ബി എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ഡെഫിനിഷൻ പോലെ അറിഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം കേട്ടോ. കരിക്കുലം ഈസ് ദ സം ടോട്ടൽ ഓഫ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് വിച്ച് ദ സ്കൂൾ സ്പോൺസേഴ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു കരിക്കുലം എന്ന് പറയുമ്പോൾ സം ടോട്ടൽ ഓഫ് സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡൻറ്റ് മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസിന് ഒരു ടോട്ടലാണ് വിച്ച് ദ സ്കൂൾ സ്പോൺസേഴ്സ് ഫോർ പേർപ്പസ് ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ
സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഒരു സം ടോട്ടലാണ് കരിക്കുലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഈ ഒരു ടേമാണ് ഇതിൽ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മെത്തഡോളജി പാർട്ടിൻ്റെ മോക്ക് ടെസ്റ്റിലൊക്കെ ഒന്ന് കണ്ടുപഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ കരിക്കുലവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, ആദ്യം ആ ലാറ്റിൻ വേർഡാണ് എന്നുള്ള കാര്യം ഓർക്കുക, ദെൻ കണ്ണിങ്ഹാമിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ നോക്കുക, ദെൻ സം ടോട്ടൽ ഓഫ് ദ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം കൂടി ഓർത്തുക, സം ടോട്ടൽ ഓഫ് ദ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് എന്ന രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. കരിക്കുലം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ ഇതങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മെയിനായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞ കാര്യമാണ് അറിയാത്തവർ കാണാണ്ട് പഠിച്ച് വെക്കേണ്ട കാര്യം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കേട്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഓടി എത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർനെസ്. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളിലാണ് നമ്മൾ സെൻട്രൽ ഫോക്കസ് ആയിട്ട് നോക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്നിരുന്നാൽ മാത്രമേ അവർ ലേണിംഗ് ഇഫക്റ്റീവ് ആവത്തുള്ളൂ എന്ന ബേസ് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർനെസ് നോക്കൂ, കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്, നീഡ്സ്, എബിലിറ്റി, ഏജ്, ഗ്രേഡ് ആൻഡ് ലൈഫ് ഓഫ് ദ ചിൽഡ്രൻ. അപ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റിനും നീഡ്സിനും എബിലിറ്റീസിനും ഏജിനും എല്ലാം ബേസ് ചെയ്തായിരിക്കണം കരിക്കുലം അല്ലേ. ഇൻ ദിസ് കരിക്കുലം ചൈൽഡ് ഈസ് റെക്കോർഡഡ് ആസ് എ സെൻറ്റർ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. എല്ലാത്തിൻ്റെയും സെൻറ്റർ മെയിൻ ആരാണ്, കുട്ടിയാണ്. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർനെസ് എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി നോക്കൂ, കരിക്കുലം ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ടു നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പോൾ എന്തായിരിക്കണം, കരിക്കുലം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, കുറച്ച് അയവുള്ളതായിരിക്കണം അല്ല. അതായത് ഭയങ്കര റിജിഡായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എന്താവാൻ പറ്റില്ല, എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. സോ കരിക്കുലം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആവണം ആൻഡ് അഡ്ജസ്റ്റബിൾ ടു ദ നീഡ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ നീഡ് അനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആവണം. ദെൻ മാക്സിമം ഫ്രീഡം ഈസ് പ്രൊവൈഡഡ് ടു ദ ചൈൽഡ് ഫോർ ഫ്രീ എക്സ്പ്രഷൻ. അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാക്സിമം ഫ്രീഡം എന്ത് ചെയ്യണം, കരിക്കുലം കൊടുക്കണം അല്ലേ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫോളോ. നമ്മളൊരു കരിക്കുലം ഡെവലപ്മെൻറ്റ് സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ വരണം എന്നുള്ള കാര്യമാണ് ഓരോ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം ചൈൽഡ് സെൻറ്റേർനെസ് മനസ്സിലായിട്ടുണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് നോക്കുക ആക്ടിവിറ്റി സെൻറ്റേർനെസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ചൈൽഡ് ഈസ് ആക്റ്റീവ് ബൈ നേച്ചർ. കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് തന്നെയായിരിക്കും, ബൈ നേച്ചർ ആക്റ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കും. ദ കണ്ടന്റ് മസ്റ്റ് എൻഷുർ ദ ആക്ടിവിറ്റി ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫിസിക്കൽ, ലിറ്റററി, സോഷ്യൽ, ക്രിയേറ്റീവ് ആൻഡ് കൾച്ചറൽ ഈസ്തറ്റിക് വാല്യൂസ്. അപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ലെക്ചറിങ് അല്ലാതെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫിസിക്കലായിട്ടും ലിറ്റററി ആയിട്ടും സോഷ്യലായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുമുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യണം നമ്മുടെ കരിക്കുലത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അടുത്ത നോക്കാം, കരിക്കുലം ഷുഡ് ഹാവ് യൂട്ടിലിറ്റി വാല്യൂ ഫോർ ദ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ഉപയോഗപ്രദമായിരിക്കണം കരിക്കുലം എന്ന് പറയുന്നത് അല്ലേ. വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ കരിക്കുലം. അപ്പോൾ കരിക്കുലത്തിൽ എന്ത് ചെയ്യണം, വൊക്കേഷനും ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡു എംഫസിസ് ഷുഡ് ബി ഗിവൺ ടു ദി വർക്ക് എക്സ്പീരിയൻസ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ എന്നതിൻ്റെ കൂടെ തന്നെ വരുന്ന ആ വേർഡിൽ തന്നെ അതിന് മീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ നോക്കൂ, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓഫ് ദ കരിക്കുലം ഷുഡ് ബി കോറിലേറ്റഡ്. അപ്പോൾ എല്ലാ സബ്ജക്ട്സും ഡിഫറെൻറ്റ് സബ്ജക്ട്സ് എന്ത് ചെയ്യണം, കോറിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ അല്ലേ. അപ്പോൾ ദേ ഷുഡ് ബി തോട്ട് ഇൻ എൻ ഇൻറ്റഗ്രേറ്റഡ് മാനറിൽ അതിനെ നമ്മളതിനെ പഠിപ്പിക്കണം അല്ലേ. അപ്പോൾ ട്രഡീഷണൽ സെപ്പറേഷൻ ഓഫ് സബ്ജക്ട് ഷുഡ് ബി. അപ്പോൾ നമ്മൾ ട്രഡീഷണലി നമ്മൾ ഓരോ സബ്ജക്റ്റും വ്യത്യസ്തമായിട്ടല്ലാതെ ആ ഒരു രീതിക്കല്ലാതെ കാണാൻ നമ്മൾ കോറിലേറ്റും ഒരു സബ്ജക്റ്റിൽ പഠിച്ച കാര്യം വേറൊരു സബ്ജക്റ്റിൽ നമ്മൾ യൂസ് ആവാറുണ്ട് അല്ലേ. സോ അങ്ങനെ എല്ലാം തന്നെ കണക്ട് ചെയ്തിട്ട് അല്ലേ. അതാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓഫ് ദ കരിക്കുലം ഷുഡ് ബി കോറിലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ ഈസ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓഫ് ദ കരിക്കുലം ഷുഡ് ബി കോറിലേറ്റഡ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ദെൻ ക്രിയേറ്റിവിറ്റി, അതും ആ വാക്കിൽ തന്നെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കരിക്കുലം ഷുഡ് നോട്ട് ബി പ്യൂർലി ഇൻ്റലക്ച്വൽ ഓർ തിയറിറ്റിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് ഫുള്ളി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിയറിറ്റിക്കൽ പരമായിട്ടുള്ള മാത്രം ആവാൻ പറ്റില്ല എന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം അല്ലേ. സോ സഫീഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡ് ടു സ്റ്റുഡൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് എബിലിറ്റീസ് ഇൻ ദ സ്റ്റുഡൻസ്. കുട്ടികളിൽ ക്രിയേറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്.
അടുത്ത് നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ടൊട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ്. ഇതെന്താ നോക്കാം. കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ടൊട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ദറ്റ് എ പീപ്പിൾ റിസീവ്സ് ത്രൂ മാനിഫോൾഡ് ആക്ടിവിറ്റീസ് ദറ്റ് ഗോ ഇൻ ദ സ്കൂൾ, ഇൻ ദ ക്ലാസ് റൂം, ലൈബ്രറി, ലബോറട്ടറി, വർക്ക്ഷോപ്പ് ആൻഡ് പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഇൻ ദ ന്യൂമറസ് ഇൻഫോർമൽ കോൺടാക്ട്സ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ്. അപ്പോൾ നമ്മൾ കരിക്കുലം എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിലുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് മാറാൻ പറ്റില്ല. പകരം എന്തായിരിക്കും, ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ്. ഒരു കുട്ടിക്ക് ക്ലാസ് മുറിയിൽ നിന്നും, അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്നും, നമ്മുടെ ലബോറട്ടറിയിൽ നിന്നും, വർക്ക്ഷോപ്പിൽ നിന്നും, പ്ലേ ഗ്രൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ ഇൻഫോർമലായിട്ട് ടീച്ചറും പീപ്പിളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒക്കെ കിട്ടുന്ന ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം. ആ ഒരു എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ടോട്ടൽ എക്സ്പീരിയൻസ് ദാറ്റ് എ പീപ്പിൾ റിസീവ്സ് ത്രൂ മാനിഫോൾഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയിലൂടെയും കുട്ടികൾ കുറേ കാര്യം ലേൺ ചെയ്യാൻ പറ്റും. വർക്ക്ഷോപ്പിലൂടെ ലേൺ ചെയ്യും. സോ എല്ലാം ബേസ്ഡ് ആയിരിക്കും അല്ലേ. സോ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസിൽ ഈ ഒരു പോയിൻ്റാണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഇൻഫോർമലായിട്ടും വരുന്നതും അതുപോലെ ക്ലാസ് റൂമുകളും എല്ലാത്തിൻ്റെയും ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. നോക്കൂ, ദ കരിക്കുലം മസ്റ്റ് മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ കരിക്കുലം എന്ന് പറഞ്ഞ ഒരു ബാലൻസ് കീപ്പ്, അതായത് അക്കാഡമിക് ആയിട്ടും അല്ലാതെയുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് നോൺ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം, ഡയറക്റ്റ് ആയിട്ടുള്ള ചില കാര്യം നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, ചില കാര്യം നമ്മൾ അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റണം അല്ലേ. എന്നാലും മാത്രമാണ് ലേണിംഗ് ഇഫക്റ്റീവ് ആവുന്നത്. സോ ദ കരിക്കുലം മസ്റ്റ് മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ആക്ടിവിറ്റി. സബ്ജക്റ്റും ആക്ടിവിറ്റീസും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ നമുക്കറിയാം കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും രണ്ടും നമ്മൾ ഈക്വൽ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടത്, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ അക്കാഡമിക് ആയിട്ടുള്ള കാര്യം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ കമ്പൾസറി ആൻഡ് ഓപ്ഷണൽ സബ്ജക്ട്സ്. അപ്പോൾ നമുക്കറിയാം ചില സബ്ജക്റ്റ് നമ്മൾ കമ്പൾസറി പഠിച്ചേ പറ്റും, പക്ഷേ അതേസമയം ചില നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഓപ്ഷൻസ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം എന്ന രീതിയിൽ. സോ കമ്പൾസറി ആൻഡ് ഓപ്ഷണൽ സബ്ജക്ട്സ്. ദെൻ ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എക്സെട്ര. അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഫോർവേഡ് ലുക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതെന്താണ് നോക്കാം. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ എൻ ഇഫക്റ്റീവ് അഡൾട്ട് ലൈഫ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, എഡ്യൂക്കേഷൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്, നല്ല ഒരു കുട്ടിയെ വാർത്തെടുക്കുക, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡൾട്ട് ലൈഫിന് വേണ്ടി കുട്ടികളെ തയ്യാറെടുപ്പിക്കുക അല്ലെ പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ കരിക്കുലം ഷുഡ് റിഫ്ലക്ട് ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു ദ ഫ്യൂച്ചർ ലൈഫ് ഓഫ് ദ. കുട്ടികളുടെ ഭാവി അല്ലേ, ഫോർവേഡ് ലുക്കിംഗ്, മുൻപുള്ള തൻ്റെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് ഷുഡ് ഇനേബിൾ എ ചൈൽഡ് ടു പ്രിപ്പയർ ഫോർ എ വേർത്തി ലൈഫ്. നല്ലൊരു കരിക്കുലം ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു വേർത്തി ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കരിക്കുലം കൺസ്ട്രക്ഷൻ സമയത്ത് ഫോർവേഡ് ലുക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കണം. കാരണം കുട്ടികളുടെ ഭാവി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അവർക്ക് കുറേ കാര്യം പഠിച്ചു ഒന്നും ആയില്ല, കാരണം അവരെന്താണ് പിന്നീട് ഈ പഠിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരം വേണം അല്ലേ. അപ്പോൾ ഇറ്റ് ഷുഡ് ഇനേബിൾ ചൈൽഡ് ടു പ്രിപ്പയർ ഫോർ എ വേർത്തി ലൈഫ്. നല്ലൊരു വേർത്തി ലൈഫ് പ്രിപ്പയർ അവർക്ക് ഉണ്ടാവാൻ ഉള്ള ഒരു ബേസിസ് ആയിരിക്കണം നമ്മുടെ ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റ് സമയത്ത് നോക്കേണ്ടതുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായില്ല. ഇനി അടുത്ത് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ. ദ കരിക്കുലം ഷുഡ് പ്രിസർവ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ട്രഡീഷൻസ് കൾച്ചർ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ട്രഡീഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അത് നമ്മൾ എന്തിനാണ് അത് പ്രിസർവ് ചെയ്യണം അല്ലേ. സോ ഇറ്റ് ഷുഡ് embrace such subjects, topics or activities by which students should cultivate a sense of respect for their traditions and culture. അപ്പോൾ നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷൻസൊക്കെ നമ്മൾ എന്തിനും റെസ്പെക്റ്റ് ചെയ്യണം, അത് നല്ല രീതിയിൽ നമ്മുടെ ഭാവിയിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യണം. അതാണ് ഈ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റുമായി കണക്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൾച്ചർ ആൻഡ് ട്രഡീഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സെൻസ് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ വരുന്നത്. ദെൻ മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ ആ വാക്കിൽ തന്നെയുണ്ട്. ദ കരിക്കുലം ഷുഡ് ബി ടൈലർഡ് ടു സൂട്ട് ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ കരിക്കുലം എന്തായിരിക്കണം, കുട്ടികളുടെ ഇൻട്രസ്റ്റും അവരുടെ നീഡ്സിനും അനുസരിച്ചായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഗോൾ ഓറിയൻറ്റഡ് അല്ലേ. എന്തായിരിക്കണം, ഗോൾ ഓറിയൻറ്റഡ് ആവണം അല്ലേ. ഇറ്റ് ഷുഡ് ദസ് മോട്ടിവേറ്റ് ദ പീപ്പിൾസ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ് വിത്ത് എൻ ഇന്നേറ്റ് ഡിസയറിംഗ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷന് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഉള്ളിൽ നിന്ന് അവർക്ക് ഇൻട്രിൻസിക്കായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഷുഡ് ദസ് മോട്ടിവേറ്റ് ദ
pupils to actively participate in the learning process. അപ്പോൾ അവർക്ക് ആ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ തീർച്ചയായും കുറേ കുട്ടികൾ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു മോട്ടിവേഷൻ പിന്നീട് പഠിക്കാനും കുറേ കാര്യങ്ങളും അറിയാനും അവർക്ക് തന്നെ അവരറിയാതെ ഉള്ളിൽ നിന്നും അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റിക് മോട്ടിവേഷൻ കുട്ടികൾ ഉടലെടുക്കാൻ സഹായിക്കും അല്ലേ. സോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഈ പറഞ്ഞ മോട്ടിവേഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒക്കെ ബേസിലാണ് അല്ലേ. സോ അതാണ് അപ്പോൾ നമ്മൾ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ പ്രിൻസിപ്പിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മെച്യൂരിറ്റി പ്രിൻസിപ്പിൾ, ദ കരിക്കുലം ഷുഡ് ബി സൂട്ടഡ് ടു ദ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ മെച്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ. നമുക്കറിയാം ഇപ്പോൾ ഓരോരോ കുട്ടികൾക്കും ഓരോ ലെവലിൽ വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. സോ നമ്മൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് സമയത്ത് എന്ത് ചെയ്യണം, കുട്ടികളുടെ മെൻറ്റൽ മെച്യൂരിറ്റിയും ഫിസിക്കൽ മെച്യൂരിറ്റിയും എല്ലാം കൺസിഡർ ചെയ്യണം. അത് തന്നെയാണ് മെച്യൂരിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലെഷർ. നമുക്ക് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് സച്ച് ആസ് ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ഫൈൻ ആർട്സ്, സബ്ജക്ട്സ് ഓഫ് എസ്തെറ്റിക് വാല്യൂസ് ആർ ടു ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ സ്കൂൾ പ്രോഗ്രാം ടു യൂട്ടിലൈസ് ലെഷർ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ പീരീഡിലും നമ്മൾ ക്ലാസ് സബ്ജക്ട്സ് മാത്രമാണ് പഠിപ്പിക്കുക. അല്ല പകരം എന്തുണ്ടാവും, ആർട്സ് പീരീഡ് ഉണ്ടാവും, PT പീരീഡ് ഉണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അവർ ലെഷർ ടൈം അവർക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള കാര്യമാണ് അതിലൂടെ പഠിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ലെഷർ ടൈം എങ്ങനെയായിട്ട് അവർക്ക് മാക്സിമം അവർക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ആ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ തന്നെ ഈ ഒരു ഫ്രീ പീരീഡ്സിലൂടെ ഓരോരോ അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് പീരീഡിലൂടെ അങ്ങനത്തെ സംഭവങ്ങളാണ് അവിടെ പഠിക്കുന്നത് അല്ലേ. അതാണ് ഈ യൂട്ടിലൈസേഷൻ ഓഫ് ലെഷർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഫോർ യൂട്ടിലൈസേഷൻ ഓഫ് ലെഷർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിക്കുലം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫുള്ളായിട്ട് സബ്ജക്റ്റായിട്ട് മാത്രം കൊണ്ടുപോയത് പകരം എന്താണ് അവർ ഗെയിംസിനും സ്പോർട്സിനും എല്ലാത്തിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കണം എന്നാണ് കേട്ടോ. ക്ലിയർ ആവല്ലോ. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന സംഭവം. അപ്പോൾ മെയിനായിട്ട് വരുന്ന കാര്യം ഇത്രയൊക്കെ തന്നെ. ഇനിയും അല്ല നമുക്ക് ജനറലായിട്ടൊക്കെ വരാം. എന്നാൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സംഭവം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുന്ന കാര്യം എല്ലാം ആ വാക്കിൽ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാലും മതി, ഒരിക്കലെങ്കിലും ഒന്ന് കേട്ടിട്ട് പോയാൽ മതി, അത്രയേ ഉള്ളൂ ഇതിൽ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇത്രയും പറഞ്ഞ പ്രിൻസിപ്പിൾസാണ് ഈ നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മോഡേൺ ട്രെൻഡ്സ്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ട്രെൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ ഡൈവേഴ്സിറ്റി. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒത്തിരി ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ICT പോലുള്ളവ അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ചില കാര്യം നമുക്ക് 3D ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അങ്ങനെ നമുക്ക് AI അടക്കം വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ ടെക്നോളജി, അപ്പോൾ ടെക്നോളജിയുടെ യൂസാണ് മോഡേൺ ട്രെൻഡായിട്ട് വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ICT എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് അപ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാം 3D ആയിട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എന്താ വിഷ്വലൈസ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എൻവയോൺമെൻറ്റ് നമുക്ക് സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റും. അതാണ് ഈ ഡിജിറ്റൽ ഡൈവേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ആയിട്ട് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ യൂസായിട്ട് വരുന്ന ഡിജിറ്റൽ ഡൈവേഴ്സിറ്റി ആണ്. ദെൻ അടുത്തത് മോഡുലാർ കരിക്കുലം വിത്ത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ലേണർക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള സ്പെസിഫിക് സബ്ജക്റ്റ് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെൻറ്റിങ് system where students earn credits for completing a specific courses or modules providing flexibility and choice. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം, അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രെഡിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അത് പിന്നീട് അവർക്ക് ഫ്യൂച്ചറിൽ യൂസ് ആവുന്ന രീതിയിൽ കേട്ടോ. അതാണ് ഈ മോഡുലാർ കരിക്കുലർ വിത്ത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കും. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്, ലേണർക്ക് ഒരു നല്ലൊരു ഫ്രീഡം ആണല്ലേ, ഏത് സെലക്ട് ചെയ്യണം അല്ല, കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ ലേണിംഗ്. ഇതാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. ദെൻ നീഡ് ബേസ്ഡ് കരിക്കുലം. എന്താണ് അവർ നീഡ്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കരിക്കുലം നമുക്കറിയാവുന്നതാണ്. കരിക്കുലം ഡിസൈൻ ടു അഡ്രസ് ദ സ്പെസിഫിക് നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണേഴ്സ്. അപ്പോൾ നീഡ്സ് ലേണറുടെ ഇൻട്രസ്റ്റും നീഡിനനുസരിച്ചിട്ടുള്ള ഒരു കരിക്കുലം, നീഡ് ബേസ്ഡ് കരിക്കുലം മോഡേൺ ട്രെൻഡായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് ലേണിംഗാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ NCF എല്ലാം പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണല്ലേ. സോ എൻകറേജിങ് സ്റ്റുഡൻസ് ടു ബി ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ലേണിംഗ് പ്രോസസ് ത്രൂ ഡിസ്കഷൻസ്, പ്രോബ്ലം സോൾവിംഗ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്. അപ്പോൾ മുമ്പ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ലെക്ചർ മെത്തേഡിനേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ത്രൂ ഡിസ്കഷൻസിലൂടെ, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് അല്ലേ. അപ്പോൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ട്രെൻഡായിട്ട് വരുന്നത് ആക്റ്റീവ് ലേണിംഗ് എന്നൊരു ടോപ്പിക്കിൽ. ദെൻ നമുക്കറിയാം അടുത്ത ഓൺലൈൻ കോഴ്സസ്. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ നേരിട്ട് തന്നെ പോയി പഠിക്കണമെന്നുള്ള ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോണിലൂടെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ HSA ക്ലാസ്സൊക്കെ ഫോണിലൂടെ കണ്ടുപഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് പോയിട്ട് ഒരു ഓഫ്ലൈനായിട്ട് പോകണമെന്നില്ല അല്ലേ. സോ ഓൺലൈൻ കോഴ്സസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡാണെന്ന് പറയാം. അപ്പോൾ ഒത്തിരി കോഴ്സസ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് അല്ലേ.
ഇനി അടുത്ത് 21st സെഞ്ച്വറി സ്കിൽസ്. അപ്പോൾ ഇത് കുറച്ച് സ്കിൽസാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് സ്കിൽസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പം മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും പ്രോബ്ലം സോൾവിങ് ഒത്തിരി ഊന്നൽ കൊടുക്കുന്നുണ്ട് അല്ലേ. ഫോസ്റ്റർ ദി എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ, ഇവാലുവേറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. ഇവിടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഫോസ്റ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആ ഒരു കാപ്പബിലിറ്റിയാണ് നമ്മൾ 21st സെഞ്ച്വറി സ്കിൽസ് ആയിട്ട് പറയുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിങ് ഉദ്ദേശിക്കുന്നത്. ദെൻ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം മുമ്പ് നമുക്ക് ഈ ടീം വർക്ക്സ് ഒന്നും അത്രയ്ക്ക് ഇഫക്റ്റീവ് നടക്കുന്നില്ല. കാരണം എന്താണ്, അപ്പോൾ അത്ര ടെക്നോളജി ഇല്ല. ഇപ്പം അങ്ങനെയല്ല, എന്തൊരു ടീം വർക്ക് കൊടുത്താലും എവിടെ ആൾക്കാർ ഇരുന്നാലും ഇപ്പം നെറ്റും ഇൻ്റർനെറ്റ് ഉണ്ട്, നമ്മുടെ ടെക്നോളജി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുള്ളൂ. സോ കുറച്ചും കൂടി ടീം വർക്ക്സ് എല്ലാം കുറച്ചും കൂടി ഈസിയാണ്, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസിയാണ് അല്ലേ. സോ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോക്കൂ, ഡെവലപ്പിംഗ് സ്കിൽസ് ഇൻ ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ എവിടെ ഏത് രാജ്യത്തിലെ ഒരാൾക്ക് പോലും എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് വൺ ഓഫ് ദ 21st സെഞ്ച്വറി സ്കിൽസ് ആയിട്ട് എടുത്ത് പറയുന്നതാണ്. ദെൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, എൻകറേജിങ് സ്റ്റുഡൻസ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, ജനറേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ച്. അപ്പോൾ കുട്ടികളെ എപ്പോഴും കുറച്ചും കൂടി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡിയാസ് എല്ലാം ജനറേറ്റ് ചെയ്യുക എന്ന രീതിയിൽ അവരെ എൻകറേജ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ഒരു വേർഡ് ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും വി ഹാവ് ടു അഡാപ്റ്റ് ടു ചേഞ്ച് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ പറഞ്ഞ AI ആണ് കൂടുതൽ വരുന്നത് അല്ലേ. അപ്പോൾ അതും ഇപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരോ സമയം മാറുന്നതോറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് ക്രിയേറ്റീവ് ആവാനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മോഡേൺ ട്രെൻഡ്സ് ആയിട്ട് നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ കരിക്കുലം ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഡിജിറ്റൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, ദെൻ മോഡുലാർ കരിക്കുലം വിത്ത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, ദെൻ നീഡ് ബേസ്ഡ് കരിക്കുലം ആണ്, ദെൻ ആക്റ്റീവ് ലേണിംഗ് ആണ്, ദെൻ 21st സെഞ്ച്വറി സ്കിൽസിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ 21st സെഞ്ച്വറി സ്കിൽസ് ഓർക്കുക, അതിന് താഴെ വരുന്നതാണ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളത്. ദെൻ ലാസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്റ്റിവിസം. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ NCF എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കൺസ്ട്രക്റ്റിവിസം അപ്രോച്ച് ആണ് അല്ലേ. ദിസ് അപ്രോച്ച് എംഫസൈസസ് ദാറ്റ് ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, കുട്ടികൾക്ക് അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ത്രൂ എക്സ്പീരിയൻസിലൂടെ, കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് മുമ്പത്തെ പോലെ സ്പൂൺ ഫീഡിങ് അല്ല, ഒരു ലെക്ചർ മെത്തേഡിലുള്ള കുറച്ച് കാര്യം കൺവേ ചെയ്യുക, അത് അങ്ങോട്ട് ഓർത്ത് വയ്ക്കുക, അങ്ങനെ രീതിക്കല്ല, കുറേ മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ സ്പൂൺ ഫീഡിങ് അല്ല, അവർ തന്നെ അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നൊരു ഐഡിയ ആണ് ഈ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതാണ് ഏറ്റവും മോഡേൺ ആയിട്ട് വരുന്ന അടുത്തൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റിവിസത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ജനറലായിട്ട് നമ്മൾ ക്ലാസ് ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, കാണും കേട്ടോ. അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റിൻ്റെ മെയിൻ ഐഡിയാസ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന്. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, അടുത്ത ഓർഗനൈസേഷൻ അപ്രോച്ചസും കരിക്കുലം റിഫോംസ്, ഇവിടെ NCFും KCF, ഈ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി പഠിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്ലാസ് ഒത്തിരി പേരിലോട്ട് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എത്തുന്ന സമയം നമുക്കും കൂടി സന്തോഷമാണ്. നമ്മുടെ ചാനൽ ഒത്തിരി പേര് റീച്ച് ആവുക എന്നുള്ളത് എൻ്റെ കൂടി വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം തന്നെ വരാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.